അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റാസി വിഷൻ യൂട്യൂബ് ചാനൽ അവതരിപ്പിക്കുന്ന അൽ മസായിൽ കർമ്മശാസ്ത്ര ചർച്ചാ ക്ലാസ് സീസൺ 3യിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിർ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഉസ്താദ്, ഇനിയിപ്പോൾ ഇന്നത്തെ ഒരവസ്ഥയിൽ ചില ആളുകളൊക്കെ, പ്രത്യേകിച്ച് യുവാക്കളൊക്കെ, നമ്മൾ ഇത് ഏതാണ് വിഭാഗം, ഏതാണ് ഇത്, മുസ്ലിമാണോ അമുസ്ലിമാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിലെ വേഷങ്ങൾ, പ്രത്യേകിച്ച് അവർ ഉടുത്തിരിക്കുന്ന തുണി, അത് കാവി നിറത്തിലുള്ളത് അല്ലെങ്കിൽ കറുപ്പ്, അപ്പോൾ അതൊക്കെ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്താണ്? എല്ലാ മതക്കാരും താമസിക്കുന്ന ഒരു നാട്ടിൽ ഓരോ മതക്കാർക്കും അവരുടേതായ വസ്ത്രങ്ങളുണ്ടാവും. മുസ്ലിമീങ്ങൾ, ക്രിസ്ത്യാനികൾ, ഹൈന്ദവർ, അങ്ങനെ എല്ലാവരും കൂടി താമസിക്കുന്ന സ്ഥലത്താകുമ്പോൾ അവരുടേതായ മതപരമായ വസ്ത്രങ്ങളുണ്ടാവും. ഇപ്പോൾ നമ്മളൊക്കെ വെള്ളത്തിന് വെള്ളക്കുപ്പായും തലകെട്ട കിട്ടുന്ന പോലെ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഉസ്താദുമാരൊന്നും അല്ലെങ്കിലും സാധാരണ മാപ്പിളമാർ, കാക്കമാരൊക്കെ ആകുമ്പോൾ അവർക്ക് ഒരു വെള്ളനോടൊരു പ്രിയം ഉണ്ടാവും, അല്ലെങ്കിൽ കള്ളിത്തുണിയോടൊരു പ്രിയം ഉണ്ടാവും. ചില സ്ഥലങ്ങളിലൊക്കെ കുറച്ച് വയസ്സായാലൊക്കെ കള്ളിത്തുണി എടുക്കണം, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ വേഷങ്ങളെ പിൻപറ്റണം, അത് പരിഗണിക്കണം എന്ന് തൂഫയിലൊക്കെ ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി കലർത്താൻ പാടില്ല. അഥവാ നമ്മളിപ്പോൾ മറ്റൊരു മതക്കാരൻ, നമ്മൾ വേറൊരു മതക്കാരനെ നമ്മൾ ചിലപ്പം വേഷം കണ്ടിട്ട് നമ്മൾ തിരിച്ചറിയാൻ പറ്റും. ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ പ്രയാസമുണ്ട്. ഒരു കാലത്ത് ഇപ്പോൾ പിന്നെ ശബരിമലക്ക് പോകുന്ന സീസൺ ആണെങ്കിൽ നമ്മളുടെ സഹോദരങ്ങളായ ഹൈന്ദവർ, അവർ കറുത്ത തുണി, കറുത്ത കുപ്പായൊക്കെ ഇട്ടാൽ ഓന് സാമ്യമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞിരുന്നു. ഇന്നിപ്പോൾ അതേ വസ്ത്രം നമ്മളും ധരിക്കാൻ തുടങ്ങി. അപ്പോൾ അത് തിരിച്ചറിയാൻ പറ്റാതായി. അതുപോലെ തന്നെ ഈ പറഞ്ഞ കാവ്യത്തുണിയൊക്കെ, അതിനൊന്നും നമ്മൾ എതിരല്ല, മറിച്ച് അത് അവരുടെ ഓരോ മതക്കാരെ തിരിച്ചറിയാനുള്ള ഓരോ വേഷങ്ങളാണ്. അപ്പോൾ അത് അവർ ധരിക്കണം, അതിന് നമുക്ക് അതുകൊണ്ട് യാതൊരു വിരോധമില്ല. നമ്മളത് കടമെടുക്കാൻ പാടില്ല. തൂഫയിലി വിഷയം പറഞ്ഞിട്ടുണ്ട്, പിന്നെ അത് ശ്രദ്ധിക്കണം എന്നുള്ള. തൂഫയുടെ 9ാമത്തെ വാള്യം 300ാമത്തെ പേജിൽ മറ്റു മതക്കാരായ ആളുകൾ നമ്മുടെ കൂടെ താമസിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ വേഷങ്ങൾ അവർക്ക്, നമ്മുടെ വേഷം നമുക്ക് എന്നുള്ള ഒരു വേർതിരിവ് ഉണ്ടാവണം. അത് ഒരിക്കലും വർഗീയമായിട്ടല്ല, ഒരിക്കലും അങ്ങനെ വർഗീയതല്ല, അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അതിനെ പിന്നെ ബഹുമാനപ്പെട്ട ഫുഖാക്കൾ ഇതിന് നല്ലൊരു കാഴ്ചപ്പാടാണ് നൽകിയിട്ടുള്ളത്. കാരണം ഉസ്താദ് പറഞ്ഞ പോലെ തിങ്ങിപ്പാറുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൽ വളരെയധികം ഒരു സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ പോകുമ്പോൾ, ഇപ്പോൾ നമുക്ക് തന്നെ ഇപ്പോൾ നമുക്ക് സമയം ഒരാൾ സലാം പറയാൻ, ഒരു സലാം പറയേണ്ട അവസ്ഥ, ഒരു മുമ്പിനെ കണ്ടാൽ സലാം പറയണം. ഇതൊക്കെ അതിൽ ഒരു കാഴ്ചപ്പാടാണ്. ഈ രൂപത്തിലാണെങ്കിൽ ഒരു കറുത്ത തുണി, പ്രത്യേകിച്ച് പിന്നെ നമ്മുടെ സഹോദരങ്ങൾ ശബരിമലയ്ക്ക് പോകുന്ന ആ സമയത്ത് കറുത്ത തുണി ധരിക്കും. അതേ സമയത്ത് തന്നെ ഒരു മുസ്ലിമായ ഒരാൾ ഈ കറുത്ത തുണി ധരിച്ച് കണ്ടാൽ സ്വാമിയാണോ നമ്മൾ തെറ്റിദ്ധരിച്ചു, നമ്മുടെ ഒരു സുന്നത്ത് നഷ്ടപ്പെടും ചെയ്യും. പള്ളിയിലേക്ക് വരെ ചിലവർ അങ്ങനെ വരുന്നുണ്ട്. കാരണം ഇസ്ലാമിൽ നിരുത്സാഹപ്പെടുത്തിയ ചില വേഷങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ കുങ്കുമ കളറ് വസ്ത്രം ധരിക്കണതിന് ഇസ്ലാമിൽ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ധരിച്ചിട്ട് പള്ളിക്ക് വരെ വരും. നമുക്കിപ്പോൾ അതൊന്നും നോട്ടില്ലാതായി. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് എന്നർത്ഥം. ഇതുകൊണ്ടൊന്നും പിന്നെ നമ്മൾ ഇത് കേൾക്കുന്ന പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത്, ഇതൊരു വർഗീയമായൊരു കാഴ്ചപ്പാടല്ല. ഇത് നമ്മുടെ മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുക എന്നതും കൂടി ഇതിലുണ്ട്. കാരണം അവരുടേതായ വേഷം അവർ ധരിക്കുമ്പോൾ നമുക്ക് അതിന് അവർക്കതായ ബഹുമാനം കൊടുക്കാം. നമ്മളെ ആളുകളെ കാണുമ്പോൾ പിന്നെ ഒരു സലാം പറയുക എന്നുള്ളത് പ്രധാനമായിട്ടും, ഒരു മുസ്ലിം നമ്മൾ കണ്ടാൽ സലാം പറയുക. ഇപ്പോൾ അത് പരിചയമുള്ളവരായാലും അല്ലാത്തവരായാലും നമ്മൾ സലാം പറയുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആളുകളെ കാണുമ്പോൾ ചിലപ്പോൾ അത് നമ്മളെ ആളാണ്, ചിലപ്പോൾ നമുക്ക് തിരിച്ചറിയാം. അറിയാത്ത ഘട്ടത്തിലാണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട മറ്റൊരു സംശയം, ഇപ്പോൾ മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങളിൽ നമ്മൾ പ്രത്യേകിച്ച് പൂരം, അവരുടെ ഉത്സവങ്ങളിലൊക്കെ ഒരു മുസ്ലിമായ ആൾ അതിൽ പങ്കുചേരുകയും അതിൽ പോവുകയും ചെയ്യുന്നതിന് വിധി. മറ്റു മതക്കാരുടെ ആഘോഷങ്ങളിൽ പങ്കുചേരാന്ന് പറയുമ്പോൾ മതപരമായ ആഘോഷങ്ങളാണ് നടക്കണമൊക്കെ. മതപരമായ ആഘോഷങ്ങളിൽ അവരുടെ ആ ഒരു പിന്നെ ആ ദൈവത്തിൻ്റെ ഒരു പ്രീതി, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊരു വിശ്വാസം അവനക്കുണ്ടെങ്കിലോ ഇസ്ലാമിൽ തന്നെ പുറത്തുപോയി. ആ വിശ്വാസത്തിലാണോ പോണതെങ്കിൽ ഇപ്പോൾ ആഘോഷം അതിൻ്റെ കൂടെ ചാടി അല്ലെങ്കിൽ വേഷം കെട്ടിപ്പോയി, അപ്പോൾ അവർക്കൊരു സന്തോഷം, സംതൃപ്തി ആവട്ടെ എന്നുള്ള വിശ്വാസം അവൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഇസ്ലാമെന്ന് പുറത്തുപോയി, മുർത്തദ്ദായ കാര്യങ്ങളിൽ പെട്ടതാണത്. മറ്റു മതക്കാരുടെ ആരാധനാ കേന്ദ്രങ്ങളിലേക്ക് ആ വിശ്വാസത്തോടു കൂടി പോകാന്നുള്ളത്.
ഇനി വിശ്വാസമൊന്നുമില്ല, എന്നാലും ഓനൊരു ഒരു പിന്നെ ആ പരിപാടിയിൽ സഹകരിച്ച് നിന്ന് ചാടിയാൽ അത് തെറ്റും ഹറാമുമാണ്. ആ, കാരണം ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്, അതും നിഷിദ്ധമാണ്. പക്ഷേ ഇസ്ലാമെന്ന് പുറത്തുപോയി എന്ന് അവനെക്കുറിച്ച് പറയാൻ സാധ്യമല്ല എന്നർത്ഥം. അതിപ്പോൾ ഈ പിന്നെ മതപരമായ നമ്മളുടെ ചില ആഘോഷങ്ങളിൽ പങ്കുചേർന്നവർക്കൊക്കെ ഇത് ബാധകമാണ്. ഓണം, ക്രിസ്മസ് അങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ നമ്മുടെ വിശ്വാസം എങ്ങനെയാണ് അതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ വിധി നിർണ്ണയിക്കുന്നത്. വിശ്വാസം ഇല്ലെങ്കിലും തെറ്റാവും, പക്ഷെ വിശ്വാസത്തോടു കൂടിയാകുമ്പോൾ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകും എന്നർത്ഥം.